ശനിയാഴ്ച അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ ഇറാന് വളരെ വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ആയത്തുള്ള അലി ഖമനേയി അവരെ വിട്ടുപിരിഞ്ഞു എന്നുള്ള കാരണം കൊണ്ട് തന്നെ ഇറാൻ മേഖലയിൽ മിഡിൽ ഈസ്റ്റിലെ ഗൾഫ് രാജ്യങ്ങളിലും ഇസ്രയേലിലും അഭൂതപൂർവമായ ആക്രമണ പരമ്പരകൾക്കാണ് ഇപ്പോൾ നേതൃത്വം കുറിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ. ഗൾഫിൽ ഉടനീളം ആക്രമണം നടത്തുകയാണ്. ഒരുപക്ഷെ അമേരിക്കയുടെ അസറ്റുകൾക്കാണ് ഇറാൻ ആക്രമണം നടത്തുന്നത് എന്ന് പറയുമ്പോഴും ചില ജനവാസ കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ ദുബൈയിലും അബുദാബിയിലും ഒമാനിലും ഇപ്പോൾ സൗദി അറേബ്യയിലെ റിയാദിലും അടക്കം ആക്രമണങ്ങൾ നടത്തി സ്ഫോടനങ്ങൾ നടക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. ദോഹയിൽ അമേരിക്കയുടെ മേഖലയിലെ ഏറ്റവും വലിയ ബേസിൽ ഈ ശനിയാഴ്ച യുദ്ധം തുടങ്ങിയത് മുതൽ നിരന്തരമായി മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവശിഷ്ടങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലും മറ്റുമൊക്കെ വീണ് ചില വിദേശികൾക്കും മറ്റുമൊക്കെ പരിക്കുപറ്റി എന്നുള്ള വാർത്തയും വരികയാണ്. ഈ കഴിഞ്ഞ ദിവസം രാത്രി ഇസ്രയേലിലേക്ക് ഇറാൻ അയച്ചുവിട്ട ആക്രമണം വളരെ വലിയ പ്രത്യാക്രമണമായിരുന്നു എന്നാണ് ഇസ്രയേലി മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത്. നിരവധി കുറഞ്ഞത് 40 കെട്ടിടങ്ങൾ ഇറാൻ തകർത്തു കളഞ്ഞു തെല്ലവീവിൽ എന്ന വാർത്ത ദ ടൈംസ് ഓഫ് ഇസ്രയേൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. നിരവധി ആളുകൾക്ക് പരിക്ക് പറ്റുകയും ഇസ്രയേലിൽ നിരവധി ആളുകൾ മരണം വരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇസ്രയേലിൽ നിന്നും നമുക്കറിയാം അവരുടെ പരിക്കുകൾ കുറച്ചു കാണിക്കുന്നതിൻ്റെ ഭാഗമായി വളരെ കൃത്യമായ മരണത്തിൻ്റെ റിപ്പോർട്ടുകൾ ഇനിയും പുറത്തുവിടുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ വിഷയത്തിലെ ഏറ്റവും വലിയ നാം എടുത്തു പറയേണ്ട ഒരു വിഷയമെന്ന് പറയുന്നത്. ഏതായാലും ഇറാന്റെ കഴിഞ്ഞ ദിവസം അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണത്തിൽ ഇറാന് വളരെ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അവരുടെ ഏറ്റവും വലിയ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനേയും അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉപദേഷ്ടാവ് അലി ഷംഖാനിയും IRGC കമാൻഡർ ഇൻ ചീഫ് മുഹമ്മദ് പഖപൂറും അതുപോലെ പ്രതിരോധ മന്ത്രി അസീസ് നസീർ സാദേയും തുടങ്ങി വളരെ വലിയ നാശനഷ്ടങ്ങളാണ് ഇറാന് ഉണ്ടായിട്ടുള്ളത്. IRGC കമാൻഡർമാർ ഇനിയും മരണമടഞ്ഞിട്ടുണ്ടെന്നും അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തുവിടും എന്നു തന്നെയാണ് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ചാനൽ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇസ്രയേലിലും ഇതിന് പകരമെന്നോണം ഇസ്രയേലിലും ഒരു നേതൃത്വമില്ലാത്ത ആക്രമണമായി ഇറാൻ മാറിയിരിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇക്കഴിഞ്ഞ കാലങ്ങളിലൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഗൾഫിലേക്ക് പോലും ആക്രമണങ്ങൾ അയച്ചുവിടുന്നത്. നമുക്കറിയാം ഗൾഫിൽ അമേരിക്കയുടെ വ്യോമതാവളങ്ങൾ മാത്രമല്ല ഇറാൻ ഇപ്പോൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അബുദാബിയിൽ എയർപോർട്ടും അതുപോലെ തന്നെ ദുബൈ എയർപോർട്ടും കഴിഞ്ഞ ദിവസം കുവൈത്ത് ഇന്റർനാഷണൽ എയർപോർട്ടും എന്തിലധികം ദുബൈയിലെ ജബലലി പോർട്ട് ആക്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ മധ്യസ്ഥത വഹിച്ചിട്ടുള്ള ഒമാനിലെ പോർട്ടിലേക്കും ആക്രമണം അയച്ചുവിട്ടു, ഡ്രോൺ ആക്രമണം അയച്ചുവിട്ടു എന്ന വാർത്തയാണ് വരുന്നത്. ഇത്തരത്തിൽ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നു, ഇസ്രയേലിലേക്ക് നിരന്തരം ആക്രമണങ്ങൾ നടത്തുന്നു. ഇതിനൊടുവിൽ ട്രംപ് പറയുന്നത് ഇന്ന് വരെ ഞങ്ങൾ എടുത്തിട്ടില്ലാത്ത രീതിയിലുള്ള ആക്രമണ പരമ്പര ഇനി ഇറാനിൽ ഞങ്ങൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം 500-ൽ പരം ആക്രമണങ്ങൾ നടത്തി എന്ന് ഇസ്രയേലിൻ്റെ IDF തന്നെ അവകാശപ്പെടുന്നു. ഇപ്പോൾ ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ടെഹ്റാന്റെ ഹൃദയം അഥവാ ഇറാന്റെ ഹൃദയഭാഗങ്ങൾ ഞങ്ങൾ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇറാനിലെ ഇത്തരത്തിൽ വളരെ വലിയ സൈനിക മേധാവികളെയും ഇറാന്റെ വളരെ വലിയ പോസ്റ്റുകളിരിക്കുന്ന ആളുകളെയൊക്കെയും കൊന്നൊടുക്കുക, ഇല്ലാതെയാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്, അവിടെ അങ്ങനെ ഒരു ഭരണമാറ്റം കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇസ്രയേലും അമേരിക്കയും ആക്രമണം നടത്തുന്നത്. എന്നാൽ എല്ലാറ്റിനും പകരക്കാരൻ മുൻകൂട്ടി തന്നെ നിശ്ചയിച്ചു വച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് ഇറാനുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ആരെങ്കിലും വധിച്ചതുകൊണ്ടോ ആരെങ്കിലും ഇല്ലാതാക്കിയതുകൊണ്ടോ അവർക്ക് പെട്ടെന്ന് അവർ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരു ഭരണമാറ്റത്തിലേക്ക് ഇറാനെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര അനലിസ്റ്റുകളൊക്കെയും ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രസിഡന്റ് പെസഷ്കിയാൻ പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും മുതിർന്ന നേതാവായ
ആയത്തുള്ള അലി ഖമനയിയെ വധിച്ചതുകൊണ്ട് തന്നെ അതിന് കൃത്യമായ പ്രതികാര നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുക തന്നെ ചെയ്യുമെന്നാണ്. ഇത്തരത്തിൽ തന്നെയാണ് വിദേശകാര്യമന്ത്രിയും ഇറാന്റെ എല്ലാ ഔദ്യോഗിക വൃത്തങ്ങളും ഇപ്പോൾ അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ പ്രസിഡന്റിന്റെയും അതുപോലെ തന്നെ ഇനി ബാക്കിയുള്ള ആളുകളെയും ഈ ഇസ്രയേൽ ടാർഗറ്റ് ചെയ്യുമോ, അമേരിക്ക ടാർഗറ്റ് ചെയ്യുമോ, അവരെയും കൂടി വധിച്ചു കളയുമോ എന്നതൊക്കെയും വരും മണിക്കൂറുകളിൽ കണ്ടറിയേണ്ടതാണ്. അത്തരത്തിലുള്ള ആക്രമണങ്ങളാണ് കഴിഞ്ഞ ദിവസം മുതൽ ഇറാനിൽ ടെഹ്റാനിൽ ഇസ്രയേൽ അയച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ യുദ്ധം ഇത്തരത്തിൽ നീണ്ടുപോയി കഴിഞ്ഞാൽ മലയാളികളെ ഒരു രീതിയിൽ വളരെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇറാൻ ഗൾഫിലേക്കാണ് ഇപ്പോൾ ആക്രമണം അയച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ദോഹയിലെ അമേരിക്കൻ ബേസ് നിരന്തരം ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ അത് ആകാശത്ത് വെച്ച് ഇന്റർസെപ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അവശിഷ്ടങ്ങൾ പല ജനവാസ കേന്ദ്രങ്ങളിലും വീഴുന്നു എന്ന് തന്നെയാണ് അൽ ജസീറ പോലെയുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബഹ്റൈനിൽ വളരെ കൃത്യവും ശക്തവുമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഇറാൻ അയച്ചുവിട്ടത്. അതുപോലെ തന്നെ UAE-യിലേക്ക് നൂറുകണക്കിന് മിസൈലുകളും നൂറുകണക്കിന് ഡ്രോൺ ആക്രമണങ്ങളും നടത്തുന്നു. UAE-യിൽ ഇപ്പോഴും ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. UAE, സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, ഒമാൻ, കുവൈത്ത് തുടങ്ങി നിരവധി രാജ്യങ്ങൾ, ഇസ്രയേൽ അടക്കം ജോർദാൻ അടക്കം നിരവധി രാജ്യങ്ങളെയാണ് ഇറാൻ ഇപ്പോൾ ഒറ്റക്ക് നേരിട്ട് കൊണ്ടിരിക്കുന്നത്. IRGCയുടെ കൺട്രോൾ നഷ്ടപ്പെട്ട രീതിയിലാണ് കാര്യങ്ങൾ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇസ്രയേലി മാധ്യമങ്ങളിൽ അങ്ങ് ഗോലാൻ കുന്നു മുതൽ ഇങ്ങ് ഗസ അതിർത്തി വരെയും അതുപോലെ തന്നെ ഇസ്രയേലിലെ പ്രധാനപ്പെട്ട നഗരങ്ങളായ ഹൈഫയിലും അഷ്കലോണിലും തുടങ്ങി ഹൈഫ, തെല്ലവീവ് തുടങ്ങിയ മേഖലകളിലൊക്കെ നിരന്തരമായി സൈറണുകൾ മുഴങ്ങുകയാണെന്നും അവിടെയൊക്കെ വളരെ വലിയ ആക്രമണ പരമ്പരകളാണ് ഈ ഇറാൻ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വാർത്തയും വരുന്നു. അതിനിടക്കാണ് പാകിസ്ഥാനിൽ US കോൺസുലേറ്റിന് സമീപം US കോൺസുലിലേക്ക് അതിക്രമിച്ചു കയറി ആക്രമണം നടത്താൻ ശ്രമിക്കുന്നതിനിടെ അവിടെ വലിയ ഒരു കോലാഹലം സൃഷ്ടിക്കപ്പെടുകയും 8ഓളം പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയും പാകിസ്ഥാനിൽ നിന്ന് വരുന്നത്. ആയത്തുള്ള അലി ഖമനയി വധിച്ചതുകൊണ്ട് തന്നെ, മരണപ്പെട്ടതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിലെ കാശ്മീരിലും ചില ഷിയാക്കൾ ഉള്ളതുകൊണ്ട് കാശ്മീരിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത്തരത്തിൽ ശനിയാഴ്ച നടന്ന ആക്രമണത്തിൽ ഇറാന് വളരെ വലിയ പരിക്കു പറ്റിയത് കൊണ്ട് തന്നെ ഇറാന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ട രീതിയിലേക്കാണ് ഗൾഫിലേക്കും ഇസ്രയേലിലേക്കും ആക്രമണങ്ങൾ കൊണ്ടുവരിക്കുന്നത്. ഒമാൻ പോർട്ട്, ദുബൈ എയർപോർട്ട്, അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ട്, ജബലലി തുറമുഖം, അങ്ങനെ തുടങ്ങി ഗൾഫിലെ നിരവധി തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ഇറാൻ ലക്ഷ്യമിടുന്നു എന്ന് വെക്കുമ്പോൾ ആ രാജ്യങ്ങളെ തന്നെ നേരിട്ട് ആക്രമിക്കുന്ന രീതിയിലേക്ക് ഇറാൻ കടന്നു കയറുകയാണോ? എന്താണ് ഇറാന്റെ ലക്ഷ്യം? ഇത്തരത്തിൽ ഗൾഫിൽ ആക്രമണം വ്യാപിപ്പിക്കുകയാണെങ്കിൽ അത് മലയാളികളെയും അതുപോലെ തന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ കൂടുതൽ ബാധിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നു തന്നെ വേണം പറയാൻ. അതിനിടക്ക് ദോഹയിലെ നേതൃത്വം വിവിധ ലോകരാജ്യങ്ങളിലെ നേതാക്കളുമായി ബന്ധപ്പെട്ടു എന്ന വാർത്തയും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വഴി പുറത്തു വരികയാണ്. ഇവരെ ടേബിളിലേക്ക് വീണ്ടും കൊണ്ടുവരുവാനും യുദ്ധം അവസാനിപ്പിക്കുവാനും എല്ലാം ചർച്ചയിലൂടെ പരിഹരിക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ഇത്തരത്തിൽ മുന്നോട്ട് വെക്കുന്നത് എന്ന വാർത്തയും വരുന്നുണ്ട്. ഏതായാലും എത്ര ദിവസം ഈ ഒരു യുദ്ധം നീണ്ടുപോകുമെന്നത് നമുക്ക് പ്രഡിക്റ്റബിളേ അല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇസ്രയേലും അമേരിക്കയും ചേർന്ന് എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് ഇറാനിൽ വരുത്താൻ പോകുന്നത്. അവർക്ക് കൃത്യമായും ഇറാന്റെ നേതാക്കളെ വധിക്കുകയും ഒരു റിജീം ചേഞ്ച് കൊണ്ടുവരികയും അത് ഏകദേശം നടന്നു. റിജീം ചേഞ്ച് നടന്നിട്ടില്ലെങ്കിലും പരമോന്നത നേതാവിനെയും IRGC നേതാവിനെയും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രിയെയും തുടങ്ങി നിരവധി ആളുകളെ വധിച്ചു എന്നുള്ളത് അവരുടെ ഒരു നേട്ടം തന്നെയാണ്. ഇനി അവർക്ക് വേണ്ടത് ഇറാന്റെ മിസൈൽ ശേഖരം നശിപ്പിക്കുക എന്നുള്ളതാണ്. ഇറാനിലെ മിസൈൽ ശേഖരം എന്ന് പറയുന്നത് ഭൂഗർഭ അറകളിൽ സൂക്ഷിച്ചു വെച്ച മിസൈൽ സിറ്റികളാണ് അവർക്കുള്ളത്. അതിൻ്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യുകയും എന്നിട്ട് അവിടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് അവ തകർക്കുകയും ചെയ്യുക എന്നുള്ളതായിരിക്കും അടുത്ത അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ലക്ഷ്യമെന്ന് പറയുന്നത്.
ഇതുകൂടി നടന്നു കഴിഞ്ഞാൽ ഇറാനിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോവുക എന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. ഇറാൻ്റെ നിയന്ത്രണം പോയ അപൂർവമായ ആക്രമണമാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ മിഡിൽ ഈസ്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, പോയിക്കൊണ്ടിരിക്കുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.